മാരേജ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ മാരേജും കുറച്ച് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നി തുടങ്ങും. കാരണം വേറെ ഒന്നുമല്ല, മാരേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പരസ്പരം ഇമ്പ്രസ് ചെയ്യാനും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാഞ്ഞു പോയൊരവസ്ഥയായിരിക്കും. ആദ്യം പരസ്പരം ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്നേഹവും തമാശയും ആ റൊമാൻസും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലെത്തും. ആ ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും പങ്കാളി വേറെ ഒരു പാർട്ട്ണറെ തേടി പോകുന്നത്. അതായത് ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള എല്ലാ ചാൻസസും അപ്പോഴാണ് ഉണ്ടാവുക. ഞാനിത് പറയുമ്പോൾ തന്നെ പലരും അവരുടെ പാർട്ട്ണറെ പറ്റി ചിന്തിക്കാനും അവരുടെ കുറ്റങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് നമ്മൾ ആദ്യം ആയി മാറണം. അതായത് പഴയ പോലെ തന്നെ നമ്മളെങ്ങനെയാണോ നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചത്, എങ്ങനെയാണോ തമാശകൾ പറഞ്ഞത്, എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിച്ചത്, സെയിം അതേ എഫേർട്ട് നിങ്ങൾ എടുത്താൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് നിങ്ങളുടെ പാർട്ട്ണറിലും ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ടി വിയിലും മൂവീസിലും എല്ലാം കാണുന്ന പോലെയല്ല ജീവിതം. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ അടുത്ത് ദേഷ്യം പിടിച്ചേക്കാം, അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ആ ഒരു സമയത്ത് നമ്മളാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ മതി, അപ്പോൾ പാർട്ട്ണർക്ക് മാത്രം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയോ? ഈ പറയുന്ന സങ്കടവും ദേഷ്യവും മൂഡ് സ്വിങ്സ് ഒക്കെ നിങ്ങൾക്കും ഉണ്ടാകില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. ശരിയാണ്, നമുക്കും ഉണ്ടാകും. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഫീലിങ്സാണ്. ഇത് പരസ്പരം മനസ്സിലാക്കിയാൽ തന്നെ പാതി പ്രശ്നങ്ങളും തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ ആ ഒരു മാരേജ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുള്ളൂ. ഈ ഡിവോഴ്സ് കേസൊക്കെ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു വരുന്ന കപ്പിൾസിൻ്റെ കാര്യമുണ്ടല്ലോ, ഇതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഊതിപ്പെരുപ്പിച്ച് വലിയ രീതിയിലായി പിന്നെ മാറുന്നത്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ മാരേജ് ബോറിംഗ് ആയി മാറി എന്ന് തോന്നുകയാണെങ്കിൽ റൊമാൻറ്റിക് ഡേറ്റിന് പോവുക, പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുക, ഒരുമിച്ചൊരു സിനിമയൊക്കെ കാണാൻ പോവുക, ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മാരേജിൽ വന്നിരിക്കുന്ന ആ ബോറിങ്നെസ് എല്ലാം മാറ്റാൻ നമ്മൾക്ക് കഴിയും. അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനും നമ്മൾക്ക് കഴിയും.